അജയ്യരായി തൃശൂർ ഈസ്റ്റ് 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിൽ വീണ്ടും മുത്തമിട്ട് തൃശൂർ ഈസ്റ്റ് ഉപജില്ല 934 പോയിന്റ് നേടിയാണ് ഈസ്റ്റ് ഉപജില്ല ഒന്നാമതെത്തിയത്. 906 പോയിന്റ് നേടിയ ഇരിങ്ങാലക്കുട ഉപജില്ലയാണ് രണ്ടാമത്. 900 പോയിന്റുമായി ആതിഥേയരായ കുന്നംകുളം ഉപജില്ല മൂന്നാമതെത്തി. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കുന്നംകുളം ടൗൺ ഹാൾ, CV ശ്രീരാമൻ ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവയുൾപ്പെടെ നഗരത്തിലെ വിദ്യാലയങ്ങളിലായി സജ്ജമാക്കിയ 17 വേദികളിലായാണ് ജില്ലാ കലോത്സവം അരങ്ങേറിയത്. 319 ഇനങ്ങളിലായി 7000-ലധികം കലാപ്രതിഭകൾ മാറ്റുരച്ച കലാമാമാങ്കത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് തൃശൂർ ഈസ്റ്റ് ഉപജില്ല കനകക്കപ്പ് കൈപ്പിടിയിലൊതുക്കിയത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് മത്സരങ്ങൾ സമാപിച്ചത്. സ്കൂൾ അടിസ്ഥാനത്തിൽ 275 പോയിന്റ് നേടി മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനക്കാരായി. തൃശൂർ സേക്രഡ് ഹാർട്ട് 242 പോയിന്റുമായി രണ്ടാമതെത്തിയപ്പോൾ 234 പോയിന്റ് സ്വന്തമാക്കി പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി. കുന്നംകുളം ടൗൺ ഹാളിൽ നടന്ന സമാപന സമ്മേളനം ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കുക എന്നതിനപ്പുറം മത്സരിക്കുക എന്ന നിലയിലേക്ക് മാറുമ്പോൾ കലോത്സവം കച്ചവടോത്സവമായി മാറുമെന്ന് ടൈസൺ മാസ്റ്റർ പറഞ്ഞു. 17 വേദികളിൽ എനിക്കെപ്പോഴും ഞാൻ CSC ബോർഡിനോട് പറയാറുണ്ട്, ഇത്രമാത്രം തൊട്ട് സ്റ്റേജ് വരുന്ന സമയത്തുള്ള മറ്റൊരു സ്ഥലം ജില്ലയിൽ വേറെ ഉണ്ടാകാൻ കഴിയും. അത്രമാത്രം അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ വലിയ രീതിയിൽ മുൻപോട്ട് CSC ബോർഡിന് വഹിച്ച പങ്കുമൊക്കെ ഇതിൽ വളരെ വലുതാണ്. സ്റ്റേഡിയം, കുട്ടികളുടെ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ഭിന്നിയാക്കിന്റെ ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഈ സൗകര്യത്തിന്റെ മെച്ചാണ്. അത് നമുക്ക് ആവോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നു. രണ്ടാമത് കോർഡിനേഷൻ സംബന്ധിച്ച് നഗരസഭയിൽ ബന്ധപ്പെട്ടവർ നന്നായി ശ്രമിക്കുമ്പോൾ ഇതൊരു വിജയകരമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വലിയ പ്രയാസം ഉണ്ടാകില്ല. നമ്മൾ ഈ കലോത്സവം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം കുട്ടികളുടെ സർഗവാസനകളെ കൃത്യമായി അത് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാകുമെന്നാണ്. ഞങ്ങൾ പലപ്പോഴും ആശംസകൾ അർപ്പിക്കുമ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ചെറിയ പട്ടണമാണ് കുന്നംകുളം. അതുകൊണ്ട് വേദിയുടെ കാര്യത്തിൽ വല്ലാതെ പ്രയാസം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാകാം. പക്ഷെ എന്നാലും നഗരത്തിലെ സർക്കാർ സ്കൂളുകളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമെല്ലാം നമുക്ക് ഈ കലോത്സവത്തിന് വേണ്ടി അവർ എല്ലാ സഹായവും നമുക്ക് ചെയ്തു തന്നു എന്ന് നിങ്ങൾക്കറിയാം, പങ്കാളികളായവർക്ക്. ഗാനരചയിതാവ് BK ഹരിനാരായണൻ വിശിഷ്ടാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, ജനപ്രതിനിധികൾ, സംഘാടക സമിതി ഭാരവാഹികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കലോത്സവത്തിന് ഭക്ഷണമൊരുക്കിയ മധു നന്ദിപുലം, ലൈറ്റ് ആൻഡ് സൌണ്ട് ഒരുക്കിയ MB ഇവന്റ്സ് ഉടമ ബാബു പോൾ, പരിസ്ഥിതി സൌഹൃദ സ്റ്റേജ് ഒരുക്കിയ നാരായണൻകുട്ടി, പന്തൽ ഒരുക്കിയ അബ്ദുൾ സക്കീർ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം.